മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഉണ്ടല്ലോ, ആ സീറ്റിൽ രണ്ടുപേരും ഇരിപ്പുണ്ടായിരുന്നു. ഒരു സീറ്റിൽ രണ്ടുപേരും? അല്ല, 2 സീറ്റ് ഉണ്ടായിരുന്നു. 2 സീറ്റിൽ 2 പേര് ഇരിപ്പുണ്ടായി. അതിലൊരാൾ പട്ടാളക്കാരനായിരുന്നു, മറ്റാള് ഡ്രൈവറാണ്. അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ടെന്നാ, അലമാരി, കട്ടല്, ഫ്രിഡ്ജ്, എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ അലമാരിയും ഫ്രിഡ്ജൊക്കെ ഇരിക്കല്ലേ മോളെ? ഇത് മുകളിലോട്ട് പൊന്തിപ്പോയ പിന്നെ താഴത്തേക്ക് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതുപോലെ തിന്നണ്ടേ, കിടക്കണ്ടേ, ഇരിക്കണ്ടേ, അതിനാണിത്. സുമേഷ് ചേട്ടനും കൊറേ ദിവസം ഇങ്ങനെ പറന്ന് നടന്നോ? പറന്ന് നടന്നാ ഒരുപാട് ദിവസം പറന്ന് നടന്നത്. പിന്നെ തിന്നാൻ തന്ന് എന്ത് തിന്നാൻ കിട്ടും? ലഡു, മിഠായി, ഈ ചപ്പള മിഠായി, അങ്ങനെ ഒരുപാട് സാധനം. ഷുഗർ അല്ലേ, ഇതൊക്കെ തിന്നാൻ പാടുവോ? ആ സമയത്ത് ഷുഗർ നോക്കോ മോളെ, തിന്നാൻ കിട്ടിയതല്ലേ. എങ്ങനെ ഇതിനകത്ത് കേറി പറ്റി? അതൊരു അതിശയം കേട്ടാ. നമ്മളെ ദാമോദരന്റെ മോനുണ്ട്, നമ്മളെ കുഞ്ഞിക്കണ്ണന്റെ മോനെ. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇന്നുമാതിരി ഹെലികോപ്റ്റർ വരും, അതിൽ കയറി ചെന്നാലുണ്ടല്ലോ ഒരുപാട് സാധനം കിട്ടും, 10,000 രൂപയും കിട്ടും എന്ന് പറഞ്ഞു. ഇത് കേട്ടാണോ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത് വന്നാൽ കൊള്ളാന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാ. 10,000 രൂപ ഈ സമയത്ത് കാണാൻ ഒരെണ്ണം ഭൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്ത് ഫ്ലൈറ്റ് അല്ല, ഹെലികോപ്റ്റർ. അതാണ് തന്നെ ഇങ്ങനെ വരികയാണ്. ഞാനുള്ള തന്നെ എന്ത് ചെയ്ത് എന്റെ ഒരു തുണി നോക്കി അങ്ങനെ കാണിച്ച് അവര് കണ്ടോ? കണ്ട് എന്നിട്ട് ഒരു ഏണിപ്പടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇറക്കി തന്നു. ഞാൻ വിചാരിച്ചു അതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാശ് കിട്ടുമല്ല എന്ന് വിചാരിച്ച് വലിഞ്ഞു പിടിച്ച് മേളിലോട്ട് അങ്ങ് കയറി. മുകളിലോട്ട് കയറലും അവര് വലിച്ചു പിടിച്ചെടുത്ത് അകത്തേക്ക് ഇട്ടു. അല്ല, സുമേഷിന്റെ പേടിയായില്ലേ അപ്പൊ ഇതിനകത്ത് ഇരുന്നപ്പോ? പേടി എന്തിനു പേടിക്കണേ? ഞാൻ പിന്നെ ദുബായിലും അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളല്ലേ ജോലിക്ക്. എപ്പോ? അതിന് പോയിട്ടില്ലല്ലോ ദുബായിലൊന്നും. പോയിട്ടില്ലല്ലേ? അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ താഴോട്ട് നോക്കിയായിരുന്നോ? നമ്മുടെ വീടൊക്കെ കണ്ടോ? വീട് കാണോന്നാ? ദേ ഇത്രണ്ട് കൊച്ചു തീപ്പെട്ടി പോലെ ഇരിക്കണേ. എന്നിട്ട് അതിനകത്ത് കേറിയിട്ട് പിന്നെ എന്ത് ചെയ്ത്? ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്, കട്ടലുണ്ട്, കിടക്കുണ്ട്. പറഞ്ഞു കട്ടിലിന്റെയും കിടക്കയുടെയൊക്കെ കഥ പറഞ്ഞാ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. 10,000 രൂപ. അത് ചോദിച്ചപ്പോഴത്തേണ്ടല്ലോ അവര് ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങനെ തട്ടിവിട്ട് ചീത്ത പറഞ്ഞു. എനിക്ക് എന്റെ കാശ് കിട്ടണോ 10,000 രൂപ. അപ്പൊ ഹിന്ദി എന്ന് പറയാ അവര് നേരെ എന്നെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ഇറക്കി. തിരുവനന്തപുരത്തോട്ട് പോയോ? ദൈവം തമ്പുരാനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അവര് കൊണ്ടുപോയിട്ട് എവിടെ ഇറക്കിയെന്നറിയാവാ? ഈ ആളുകളൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പ്. ആ ക്യാമ്പിൽ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. അവിടെ ഒരു 5-8 ദിവസം അവിടെ കഴിഞ്ഞു. വല്ല കാര്യം ഉണ്ടായോ? 10,000 രൂപ കിട്ടുന്ന പറഞ്ഞ് ഈ ഹെലികോപ്റ്ററിലോട്ടൊക്കെ പഠിച്ച് കയറാൻ പോയ എന്തിനാ? മോൾക്ക് അതിന്റെ ഭാഗ്യം ഉണ്ടായില്ല ഹെലികോപ്റ്ററിൽ കയറാൻ. ഞാൻ കേറിയില്ലേ. ഇഷ്ടപ്പെട്ടല്ലേ? അമ്മോ, ഒരു ചായ എടുക്കട്ടെ? വേണ്ടായിരുന്നു. കുടിച്ചോ? ഇത്രയും തള്ളിയതല്ലേ. വന്നോ? എന്തായി? ഒന്നാമത് മുഷിച്ചിരിക്കുക, ഞാൻ ഇവിടെ നിന്നോളാം. നീ ചായ എടുക്ക്, പോണം. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണോ? പിന്നെ കാലത്ത് പോയതല്ലേ, ഞങ്ങൾക്ക് വെള്ളം ചായ ഒന്നും വേണ്ടേ? അയ്യോ, അപ്പൊ പോയ സ്ഥലത്ത് നിന്ന് വെള്ളം ചായ ഒന്നും കിട്ടിയില്ലേ? എന്റെ ചേച്ചി അവിടെ ആകെ ചെളിയായിട്ട് കിടക്കുന്നത്, ആര് ചായ എടുക്കാൻ? ഒന്നാമത് അവിടെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ചായ തരാത്തത് പോട്ട്, ചില ആൾക്കാരുടെയൊക്കെ ഒരു നിലപാടുണ്ടല്ലോ. നമ്മൾ കൂലിക്ക് പണി നിൽക്കും പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം. ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ട് അത് അങ്ങോട്ട് അപ്പുറത്തോട്ട് വെക്കൂ, ഇത് ഇപ്പുറത്തോട്ട് വെക്കൂ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. പിന്നെ എന്തൊക്കെയായാലും ഒരു സന്തോഷം, ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ കേരളത്തിലെ ജനത മുഴുവൻ ഒന്നായി. ജാതിയില്ല, മതമില്ല. പക്ഷെ മറക്കും, ഇതൊന്നും അധികം നിൽക്കൂല. ഒരു 3 മാസം അങ്ങോട്ട് കഴിഞ്ഞോട്ട് വീണ്ടും തുടങ്ങും തമ്മിൽ. എനിക്കിപ്പോൾ അതല്ല ഈ ടെൻഷൻ. ഇപ്പം ഉള്ളവരുടെ വീടൊക്കെ ഒന്ന് നേരെക്കിട്ട് അവർക്ക് അതിൽ കയറിയിരിക്കാം. വീടൊക്കെ പോയവരുണ്ടേ, ഇവർക്കൊക്കെ എന്നൊരു വീടൊക്കെ ആയിട്ടൊന്ന് സുഖമായി ജീവിക്കാൻ പറ്റും. എൻ്റെ ശ്യാമളജിയെ ക്യാമ്പിൽ ചെന്ന് കാണണം, ആൾക്കാരുടെ കരച്ചിലുണ്ടല്ലോ, നമ്മൾ നേരിട്ട് പോയി കാണണം. വീട് പാടെ പോയാൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഒരുപാട് സഹായങ്ങളൊക്കെ മനസ്സറിഞ്ഞ് എല്ലാവരും തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്, അതെല്ലാവർക്കും കിട്ടിയാൽ മതി. എന്താ കുഴപ്പം? അല്ല, അത് കിട്ടും, അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും. എൻ്റെ കക്കൂസ് പോയി കേട്ടോ.
ആ പക്ഷെ ഞാനിപ്പോ അത് കെട്ടിപ്പൊക്കും. അത് പറമ്പിലാകാടോ. എന്തായാലും അപകടം വന്ന ഒരുമുണ്ടെന്ന് മനസ്സിലായി. അതെ അതെ ചേച്ചി, എനിക്ക് മധുരം കുറച്ച് മതി കേട്ടാ. സുമേഷേട്ടൻ എടുത്ത് വരണം. എടുക്കാം. സുമേഷ് ചേട്ടാ, കാപ്പി പിടിച്ചാ? ഇന്ന് പലഹാരം എന്തായിരുന്നു? പുട്ട് വീട്ടിലാ? പുട്ടായിരുന്നാ? ചേച്ചി പറയണ തള്ളി മറിക്കുന്ന. ചേച്ചി അല്ല ഒന്നുമില്ല, കാപ്പിയൊക്കെ കുടിച്ചല്ലോ എന്ന് ചോദിച്ചാ. കൊഴുക്കട്ടയും കൂടെ ഉണ്ട്, അതുകൂടെ കഴിച്ചിട്ട് പോവാം കേട്ടാ. കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ചിലർ സന്തോഷിച്ചോ എന്നൊരു സന്ദേഹമുണ്ട്. ബീഫ് കഴിക്കുന്ന നാട് നശിച്ചു പോകട്ടെ എന്ന് ആഹ്വാനം ചെയ്തവർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് പ്രചാരണം നടത്തിയവർ, പട്ടാള യൂണിഫോം എവിടെ വൃത്തിയാക്കാനാ നീ ഇപ്പൊ നടക്കണേ? അത് വൃത്തിയാക്കണ്ട, അതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. എടി, അത് വൃത്തിയാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ വിളിച്ചാണ്ട് വൃത്തിയാക്കിച്ചാ പോരെ? അത് ഒരുപാട് വെള്ളം കയറിയ സ്ഥലത്ത് ഒരുപാട് പണി അവർക്കുണ്ട്, അല്ലാതെ നിങ്ങളുടെ വീട് വൃത്തിയാക്കലല്ല. അപ്പൊ ഇവിടെ ഒരുപാട് പണിയില്ല, അതുകൊണ്ടാണ് അവിടെ കിടന്നോട്ടെ, വൃത്തിയാക്കണ്ട. എന്ത് കഷ്ടം? എടി, അളിയൻ അങ്ങനെ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ട്, അത് വരുമ്പോ എന്തെങ്കിലും കിട്ടും. എന്തിനു നാണിക്കണ? കോടിക്കണക്കിന് രൂപയാണ് ആ ദുരിതാശ്വാസ ഫണ്ട് ഗവൺമെന്റ് പിടിച്ചിട്ടേക്കണേ. എന്റെ ശീതളേട്ടാ, അത് വെറുതെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ പൈസ വാരിക്കോരി കൊടുക്കല്ല. അല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, എനിക്ക് ഇവിടെ നഷ്ടം പറ്റിയിട്ടുണ്ട്, അത് തന്നെ. എടി, അളിയാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ ഒന്ന് ചെന്ന് അതൊന്ന് പരാതി എഴുതി കൊടുക്കാനായിട്ട് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചില്ലറ കിട്ടണതിന് വേണ്ടാന്ന് നോക്കണം. എന്തിനാ? ഫോൺ അടിക്കണ കേൾക്കില്ലേ? ഹലോ, വില്ലേജ് ഓഫീസ് ആണോ? എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഞാൻ സാറിനോടൊന്ന് പറയട്ടെ. സാറേ, ആ LP സ്കൂളിലെ ക്യാമ്പിൽ നമ്മൾ ഫുഡ് കൊടുത്തില്ലേ, ബ്രെഡും പഴവും, അത് ആരാണ്ടൊക്കെ കട്ടുകൊണ്ട് പോയിന്ന് അവിടുന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്താ പറയണേ, ഇപ്പൊ അവർക്ക് ഉച്ചക്ക് ഭക്ഷണമില്ല. നമ്മളിവിടുന്ന് എത്തിച്ചു കൊടുക്കാന്ന് പറയും. ഹലോ, എത്തിച്ചു തരാം. മറ്റുള്ളൊക്കെ കൈ കിട്ടാണ്ടല്ലേ വെച്ചേക്കരുത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടേ നാട്ടില് മൊത്തം പ്രളയല്ലേ സാറേ? ഏടോ, പ്രളയത്തിന്റെ കാര്യമല്ല, എന്റെ പെരയിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായെന്നാ ചോദിക്കണത്. ഒരു തറേന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു അങ്ങോട്ട് പോയി, കഴുക്കോലും മോന്തായെല്ലാം അങ്ങോട്ട് താഴ്ന്നു, അതിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു, എല്ലാം പോയി, ഒന്നുമില്ല, ബാക്കി ഒരു സാധനമോ പാത്രമോ ഒന്നുമില്ല. ഒറ്റ മിനിറ്റ് കൊടുത്തു രജിസ്റ്റർ ചെയ്ത ദുരിതാശ്വാസത്തിന്റെ ഇതിലേക്കാണ്. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞു? ഉണ്ണി. നിങ്ങൾ എത്ര കാലമായി ഈ സ്ഥലത്ത് താമസിക്കുന്നത്? ഇത് പറ്റിപ്പോയാ സാറേ. ഇത് ഞാൻ കാസർഗോഡാണ് വീട്, നല്ല വീടും പറമ്പാലും ഉണ്ടായിട്ട്. ഭാര്യ പറഞ്ഞു നമുക്ക് ടൗണിൽ നിൽക്കണം, പുഴയരെടുത്ത് നമ്മൾ ഒരു കുന്നിന്റെ സ്ഥലത്താണ് ഉണ്ടായിട്ട്. ആ പുഴയരെടുത്ത് നല്ല വീടെല്ലാം കെട്ടി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ ഇല്ല, നല്ല വീടും വളപ്പവും സ്ഥലവും എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്നു. പക്കത്ത് വീട് വെച്ചാൽ ഈ വീട് മുങ്ങിയ സമയം രക്ഷിക്കാൻ വേണ്ടി എൻ്റെ തൊട്ട് അയൽവാസിയാണ് വന്നിനി, 3-4 ഉള്ളമാർ ചെറുപ്പക്കാർ കാസർഗോഡ്. അവരെന്തിന് എന്നോട് പറഞ്ഞു എന്തിന് വേണ്ടാത്ത പടി പോയിനി. അത് എനക്കും തോന്നി, ഓളെ വേണ്ടാത്ത പടി ഞാൻ എന്നാക്കേണ്ടത്. നമ്മ ഇപ്പം മനസ്സിലായി 10 പൈസ പൈസ കിട്ടുമോ സാറേ? അല്ല, പൈസ പെട്ടെന്ന് കിട്ടൂല. ഇപ്പൊ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അയച്ചിട്ടുണ്ട് സാറേ. അയച്ചിട്ടുണ്ടല്ലേ? സാർ അവരെല്ലാം പറയുന്ന വെച്ചാൽ പോയപാട് പൈസ കിട്ടുന്ന ഓഫീസിൽ. അല്ല, അയച്ചിട്ടുണ്ട്. ആര് അയച്ചിനി? ഞാൻ മുമ്പ് അയച്ചു. അത് കവറിൽ പോലും ഇട്ടിട്ടില്ല സാറേ. പിന്നെ അയച്ചിന് എന്തിനു സാറേ കള് പറയും നമ്മളോട്? ചേട്ടാ, ഇതിപ്പോ ഓൺലൈനാണത്, കവറിലൊന്നും ഇടണ്ട. അതേ, വായു വഴിയാണ് ഇപ്പൊ ഒക്കെ പോവുക. ഓൺലൈൻ എന്ന് പറയും. വായു വഴി. ശരി, കമ്പ്യൂട്ടർ ഇല്ലേ, അതിൽ കൂടെ പോയതാ. അത് അവിടെ കിട്ടിയിട്ടുണ്ടാവും. മൊബൈൽ ഫോൺ ഉണ്ടാവില്ലേ? മൊബൈൽ ഉണ്ടോ? അപ്പൊ എല്ലാം ഒലിച്ചു പോയി. മൊബൈലൊന്നും ഇല്ല. മെസ്സേജ് തന്നിട്ടുണ്ടാവും. മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ 2 ദിവസം ഒന്ന് കാത്തുന്നോളി കേട്ടോ. 2 ദിവസം എന്തെങ്കിലും വരും. അത് കിട്ടണം സാറേ. അപ്പൊ എന്ത് പനി ഉണ്ടോ? ഇതൊക്കെ ഇട്ടെന്ത്? അല്ല സാറേ, എല്ലാവർക്കും ഈ തുണി കുറെ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു. ദേശം വൈദ്യുതി. അപ്പൊ തുണിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ കിട്ടിയ സാധനം ഇതാണ്. പിന്നെ ഞാൻ ഇതെങ്കിൽ ഇത് അത് കിട്ടിയല്ല. ശരി ശരി സാറേ. ഈ നിസ്സാരമായ സഹായം കൊണ്ടൊക്കെ ഇവർക്ക് എന്താവാനാണ് ഞാൻ നോക്കുന്നത്. അത് തൽക്കാലത്തൊക്കെയല്ലേ സാർ, ഇപ്പൊ സഹായം ഒരുപാട് ഒഴുകി വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ കൊടുക്കുകയായിരിക്കും. എത്തേണ്ടവർ കയ്യിലൊക്കെ എത്തിയാൽ മതി. ഇപ്പൊ ബ്രെഡിന്റെ പഴത്തിന്റെ കാര്യം കണ്ടില്ലേ? ഇതിപ്പോ അവരുടെ കാര്യം തന്നെ പറയണ. നമ്മൾ ഉദ്യോഗസ്ഥരുടെ കാര്യം സാറ് നോക്ക്. വെള്ളം കയറിയെന്ന് അറിഞ്ഞ അന്ന് വീടും കുടുംബമൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഓഫീസിൽ ജോലിക്ക് വന്നേക്കണം. പിന്നെ പെണ്ണുങ്ങളെ വാപ്പേന്റെ കാര്യം അറിയില്ലേ? 5 ദിവസമായിട്ട് മൂപ്പര് ഐസിയിലാണല്ലോ. അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും. നമ്മളെന്ത് ആത്മാർത്ഥ കാണിച്ചിട്ടും കാര്യമില്ല. എവിടെയോ ഏതോ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തോ തെണ്ടിത്തരം കാണിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പൊങ്കാലയാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്തൊക്കെ പറയണവർ പറഞ്ഞോട്ടെ. പ്യാരിയെ നമ്മളെ കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ
രസീതാണ്. സാർ എങ്ങനെ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇനി? അതായത് ഇതിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ അപേക്ഷ കൊടുത്തല്ലോ, ഇപ്പോൾ ഇവിടുന്ന് അയച്ച് ഇനിയിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ വരും. എന്നിട്ടുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ മൂപ്പര് വിലയിരുത്തും. എന്നിട്ട് മൂപ്പര് ഇത് തഹസിൽദാർക്ക് അയക്കും. അവിടെ നിന്നാണ് ഫണ്ട് നിങ്ങൾക്ക് അനുവദിക്കുക. ആ അപ്പോൾ ഈ നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായി വീട്ടിൽ? വീട്ടിലല്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലോ. എന്തൊക്കെ ഉണ്ടായിന്നാ ചോദിക്കണേ? അത് മൊത്തം വെള്ളം കയറി. എത്ര ഹൈറ്റിന് കയറി വെള്ളം? വെള്ളം ഒരു അല്ലല്ല അത്ര ഇല്ല, ഒരു ഇത്ര വരെ. സാധനങ്ങളൊക്കെ പോയി, ഒലിച്ചു പോയി. പാത്രങ്ങളും എല്ലാ ഇതും പോയി. അപ്പൊ അത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതെ. ഒരു വില്ലേജ് ഓഫീസിലെ മെസ്സേജ്, മെസ്സേജ് ഇവിടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയതിന്റെ മെസ്സേജാണ്. അല്ല നിങ്ങള് വീട്ടിൽ ഏത് വരെ വെള്ളം കയറിയെന്ന് പറഞ്ഞ്? വെള്ളം എത്ര പറഞ്ഞേ? ഇങ്ങനെ എത്ര വെള്ളം വന്നു? എന്നിട്ട് മൊബൈലൊന്നും നനഞ്ഞു പോയില്ല? അല്ല മൊബൈലുണ്ട്. മൊബൈല് ഞാൻ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ഓടി. അല്ല നീന്തി അല്ല നമുക്കിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ തുഴഞ്ഞ് നടക്കാലോ. അങ്ങനെ മൊബൈൽ രണ്ടും രക്ഷപ്പെട്ടിട്ട് കയ്യിൽ പിടിച്ചു. പലരുടെയും മൊബൈലൊക്കെ പോയിക്കണേ വെള്ളം കയറിയിട്ടേ. നിങ്ങൾക്ക് അത്ഭുതം മൊബൈൽ കിട്ടിയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിവരം കിട്ടും. രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ നമ്മനെ പോയിക്കോളൂ. എന്നാ ശരി. ഓരോരുത്തർക്ക് ഓരോ സങ്കട പേര്. അയാൾക്ക് കണ്ടോ, അയാൾക്ക് വിഷമം കൊണ്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ. ജീവനം കൊണ്ട് രക്ഷപ്പെട്ടല്ലേ സാറേ. അയാൾ ഒരു കാര്യം ചെയ്തിട്ട് ആ മൊബൈൽ രക്ഷപ്പെടുത്തിയ ഭയങ്കര അത് രണ്ടും പൊക്കി പിടിച്ചിട്ട് മുമ്പ് നീന്തിക്കാന്ന് പറഞ്ഞു. നമ്മളിതൊക്കെ ഓരോന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാണ്. അല്ല കണക്കിൽ പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യന്മാരല്ലേ. നമുക്കൊന്നും അത്ര വലിയ ദുരന്തം നമുക്ക് ഉണ്ടായില്ലല്ലോ.